നമസ്കാരം ബാബുട്ട. നമസ്കാരം. നമ്മൾ തമ്മിൽ ഇരുന്നിട്ട് കുറച്ചായി. അപ്പോൾ ഇന്നിപ്പോൾ ഇഷ്ടംപോലെ വിഷയങ്ങളുടെ ഒരു സമയമാണ്. ഇന്ന് രാവിലെ ഇപ്പോൾ സമീപ ദിവസങ്ങളിലെ ഒരു പ്രധാനപ്പെട്ട വാർത്ത ഈ RSSുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. ഇപ്പോൾ ഈവൻ BJPയേക്കാളേറെ RSSകാർ ആത്മഹത്യ ചെയ്യുന്നു. ആത്മഹത്യ ചെയ്യാൻ നിസ്സാരമായ രണ്ട് കാരണങ്ങളാണ് ഞാൻ കാണുന്നത്. ഒന്ന്, ഞാനിന്ന് രാവിലെ TGയോട് സംസാരിച്ച ഈ വിഷയം. രണ്ട് കാരണങ്ങൾ. ഒന്ന്, മത്സരിക്കാൻ സീറ്റ് കിട്ടിയില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുന്ന RSSകാരൻ. രണ്ട്, അവനവൻ്റെ ഈ ദേഹേച്ഛകളെ നിയന്ത്രിക്കാൻ പറ്റാതെ ഇപ്പോൾ ഈ ലൈംഗിക വൈകൃത കേസുകളിലൊക്കെ പെട്ടുപോയ അത്തരം ആത്മഹത്യകളും അത്തരത്തിലൊരു കേസും. അപ്പോൾ ഇത് ആഘോഷിക്കാൻ നമ്മുടെ മാധ്യമങ്ങൾക്ക് അതിലേറെ വിഷയമൊന്നും വേണ്ടല്ലോ. അപ്പോൾ ഇതിൽ എൻ്റെ ഒരു സന്ദേഹം ഞാൻ ചോദിച്ചു TGയോട്. എന്താ വെച്ചാൽ, ഒന്ന്, ഈ RSSൻ്റെ ഒരു ഡിസിപ്ലിൻ മറ്റുള്ളവരെ പോലെ അടിച്ചേൽപ്പിക്കുന്ന ഡിസിപ്ലിൻ അല്ലല്ലോ, ധാർമ്മികമായി സ്വയം ഭരിക്കുന്ന ഡിസിപ്ലിനാണല്ലോ. അതിന് കുറവ് വരുന്നുണ്ടോ എവിടെയെങ്കിലും? അതാണ് ഞാൻ ചോദിച്ച ചോദ്യം. ഇപ്പോൾ എനിക്കിപ്പോൾ ബാബുവേട്ടനെ നേരിട്ട് കിട്ടിയപ്പോൾ ഈ ഒരൊറ്റ കേസ് സ്പെസിഫിക് ആയിട്ട്, ഈ പാലത്തായിലെ കേസുണ്ടല്ലോ, ഒരു അധ്യാപകൻ വിദ്യാർത്ഥിയെ പീഡിപ്പിക്കുന്നു, അത് പിടിക്കപ്പെടുന്നു, അതിൻ്റെ കേസ് വിചാരണ, ഒടുവിൽ അദ്ദേഹത്തിന് കിട്ടാവുന്ന ഒരു പക്ഷേ ഇതുവരെയുള്ള കേസിൻ്റെ ചരിത്രത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ ശിക്ഷ 40 കൊല്ലത്തെ. അത് അപ്പീലൊക്കെ പോകുമായിരിക്കും, നമുക്കതിൽ അറിഞ്ഞൂടാ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ. എന്താണ് ആ കേസിൻ്റെ സ്വാഭാവികമായിട്ടും ബാബുവേട്ടനെ അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. ഞാനത് കേസ് തുടക്കം മുതൽ ശ്രദ്ധിച്ച ഒരാളാണ്. അദ്ദേഹം പ്രതിയാക്കപ്പെട്ട സാഹചര്യം എന്താണ് എന്നുള്ളത് നമ്മൾ ഉണ്ടായ സമയത്ത്, ആ വാർത്ത പുറത്തു വന്ന സമയത്ത് തന്നെ ഞാനതിനെക്കുറിച്ച് ഫോളോ ചെയ്തിരുന്നു. പ്രത്യേകിച്ച് RSSൻ്റെ ഒരു പ്രവർത്തകൻ ഇത്തരത്തിലൊരു കേസിൽ പെട്ടു എന്നുള്ള വാർത്ത വന്ന സമയത്ത് എന്താണ് അതിൻ്റെ സാഹചര്യം എന്നതിനെക്കുറിച്ച് ഞാൻ അവിടുത്തെ പ്രവർത്തകരോട് അന്വേഷിച്ചിരുന്നു. ഞാൻ അദ്ദേഹവുമായിട്ട് നേരിട്ടും സംസാരിച്ചിരുന്നു. ആ സമയത്ത് തന്നെ എന്താണ് അതിൻ്റെ, എങ്ങനെയാണ് വന്നത് എന്നുള്ളതിനെക്കുറിച്ച്. സാർ പറഞ്ഞ പോലെ പൊതുവേ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിട്ടുള്ളൊരു മൂല്യശോഷണം എല്ലാ രംഗത്തും ഉണ്ടായിട്ടുണ്ട്. അത് എല്ലാ മേഖലയിലും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഞാനത് ഇല്ലെന്ന് പറഞ്ഞു മറച്ചു വെച്ചിട്ടൊന്നും കാര്യമില്ല, എല്ലാ മേഖലയിലും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകന്മാർ പഴയ കാലത്ത് ജീവിച്ച പോലെ ഇന്ന് ജീവിച്ചു കുത്തഴിഞ്ഞു പോയിട്ടുണ്ടാവും. എല്ലാ സംഘടനകൾക്കും പുതിയ കാലത്തിനനുസരിച്ചിട്ട് അവർ ജീവിക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ സംഭവിക്കുന്ന പല കോംപ്രമൈസുകളും പല വിട്ടുവീഴ്ചകളും ചെയ്യുന്നുണ്ടാവാം, അത് ഇല്ലെന്നല്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ പുതിയ കാലത്തെ സാങ്കേതിക വിദ്യകളും നവീനമായ സൗകര്യങ്ങളും ഒക്കെ ഇത്തരം കാര്യങ്ങളിലേക്ക് പ്രേരണ കൊടുക്കുന്നതിൽ ഒക്കെ വലിയ പങ്കുവഹിക്കുന്നുണ്ടാവാം. പക്ഷെ അതൊക്കെ സംഘടനയുടെ ഭാഗമായിട്ട് കൂട്ടിക്കെട്ടുന്നത് ഒരു രാഷ്ട്രീയമാണ് അതിൻ്റെ പുറകിലുള്ളത്, വ്യക്തിപരമാണത്. അതിനൊന്നും സംഘടനയ്ക്ക് യാതൊരു പങ്കുമില്ല. അതിപ്പോൾ ഒരു മാർക്സിസ്റ്റുകാരൻ ഇത്തരത്തിൽപ്പെട്ടാൽ അതിലൊരു മാർക്സിസ്റ്റ് പാർട്ടി അതിൽ പ്രതിയാണെന്നൊക്കെ പറയുന്നത് രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടി പറയാം. ചിലപ്പോൾ ഞാനും ഒക്കെ പറയുമായിരിക്കാം. പക്ഷെ അതിൻ്റെ പുറകിൽ ഒരു രാഷ്ട്രീയ ലക്ഷ്യമാണുള്ളത്, പാർട്ടിക്ക് അതിനകത്ത് ബന്ധമുണ്ടാവില്ല എന്നുള്ളത് നമുക്കറിയാം. ആകെ ഈ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത്തരം കാര്യങ്ങളിൽ സംഘടന അവരെ രക്ഷിക്കാൻ ഇറങ്ങുന്നുണ്ടോ? അതാണ് കുറ്റം. മറ്റതൊക്കെ വ്യക്തിപരമല്ലേ. ഒരു വ്യക്തി ചെയ്യുന്ന കുറ്റം ആ വ്യക്തിക്ക് സംഭവിക്കുന്ന നിയമത്തിൻ്റെ വഴിക്ക് വിടുക. അപ്പോൾ സംഘടന അവരെ രക്ഷിക്കാൻ ഇറങ്ങുന്നുണ്ടോ, സംഘടന എന്ത് നിലപാടെടുക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ സംഘടന ഈ പോലീസ് അല്ല തീരുമാനിക്കേണ്ടത്, ഞങ്ങളുടെ കയ്യിലാണ് അതിൻ്റെ മാപിനിയുള്ളത്, ഞങ്ങളാണ് അളക്കേണ്ടത് അതിൻ്റെ തീവ്രത എന്ന് പറയുന്നിടത്താണ് പ്രശ്നം. മറിച്ച് അത് പോലീസിന് വിട്ടു, ഞങ്ങളെ കോടതി, ഞങ്ങൾ അന്വേഷിക്കും, ഞങ്ങൾ തീരുമാനിക്കും, ഞങ്ങൾ ശിക്ഷ വിധിക്കും, പാർട്ടി കോടതിയാണ് എന്ന് പറയുന്നിടത്താണ് പ്രശ്നം. ഇവിടെ പാലത്തായി കേസിൽ ഞാൻ തുടക്കം മുതൽ അന്വേഷിച്ചപ്പോൾ ഈ പാലത്തായി കേസിൻ്റെ അതിൻ്റെ പശ്ചാത്തലം നമ്മൾ ആലോചിക്കും. ഈ അധ്യാപകൻ അവിടെ കുറച്ച് അധികം നാളായിട്ട് അവിടെ അധ്യാപകനായിട്ട് ജോലി ചെയ്യുന്ന ഒരാളാണ്. എല്ലാവരോടും വളരെ സ്നേഹമായിട്ട് പെരുമാറുന്ന ഒരു അധ്യാപകനാണ്. പക്ഷെ അദ്ദേഹം അവിടെ ആ കാലയളവിൽ BJPയുടെ ഒരു ചുമതലയിൽ പ്രവർത്തിച്ചിരുന്നു എന്നാണ് മനസ്സിലായത്. അപ്പോൾ CAA പ്രക്ഷോഭം നടക്കുന്ന ഒരു സമയം. ഇത് എയ്ഡഡ് സ്കൂളാണോ? എയ്ഡഡ് സ്കൂളാണെന്നാണ് എൻ്റെ ധാരണ കേട്ടോ. അത് ഞാൻ കൃത്യമായിട്ട് ചോദിച്ചിട്ടില്ല. എയ്ഡഡ് സ്കൂളാണോ ഗവൺമെൻറ് സ്കൂളാണോ എന്ന് ഞാൻ കൃത്യമായിട്ട് ചോദിച്ചിട്ടില്ല. സാർ ചോദിക്കുമ്പോഴാണ് അതാണോ ആണതിനെ കുറിച്ചുള്ള അന്വേഷിക്കുന്നത്. BJPക്ക് പ്രവർത്തിച്ചിരുന്നെങ്കിലേ അല്ല, അത് എയ്ഡഡ് സ്കൂൾ ആയിരിക്കണം, അല്ലെങ്കിൽ ഗവൺമെന്റ് അധ്യാപകൻ അങ്ങനെ ഒരു പോസ്റ്റ് ഇടാൻ പറ്റില്ല. അപ്പൊ ഈ CAAയുടെ പ്രക്ഷോഭത്തിന്റെ സമയത്ത് ഇദ്ദേഹം CAA അനുകൂലിച്ചു കൊണ്ടൊരു പോസ്റ്റ് സ്വാഭാവികമായിട്ടുണ്ടാവും. അദ്ദേഹം വിട്ടു. അദ്ദേഹം പ്രവർത്തിക്കുന്ന ആ സ്കൂളിൽ ഒരു 40-50% മുസ്ലിം കുട്ടികളാണ്. അവിടെ മുസ്ലിം ഏരിയയാണ്. അതുകൊണ്ട് അദ്ദേഹം ഒന്ന് സൂക്ഷിച്ചിടേണ്ടതായിരുന്നില്ലേ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും വേണമെങ്കിൽ അത് സൂക്ഷിച്ചിടാമായിരുന്നു. അദ്ദേഹത്തിന്റെ നിലപാടല്ലേ? അദ്ദേഹത്തിന്റെ നിലപാടാണ്. പക്ഷേ പലപ്പോഴും നിലപാടുകൾ പരസ്യമായി പറഞ്ഞാൽ
അതിന്റെ പേരിൽ കൊല്ലപ്പെടുകയോ കൈ വെട്ടുകയോ കാല് വെട്ടുകയോ ചെയ്യുന്ന ഒരു കാലമാണിത്. അപ്പൊ അതുകൊണ്ട് വേണമെങ്കിൽ അദ്ദേഹത്തിനൊന്ന് കണ്ണൂർ സുരക്ഷിതമാവാം, ഒന്ന് ശ്രദ്ധിക്കാമായിരുന്നു. അദ്ദേഹം വിട്ടു. അപ്പോൾ അത് അവിടുത്തെ, കാരണം നമ്മളിപ്പോൾ ആലോചിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, CAA അനുകൂലിച്ചവർക്ക് കടകളിൽ നിന്ന് സാധനം കൊടുക്കാത്ത ഒരു അവസ്ഥ വരെ കേരളത്തിൽ അക്കാലത്തുണ്ടായിരുന്നു. നമ്മൾ ഓർക്കുന്നില്ലേ, CAA അനുകൂലിക്കുന്നവർക്ക് എൻ്റെ കടയിൽ നിന്ന് നമ്മുടെ ഒരു ഡോക്ടർ, ഇപ്പൊ CPM പ്രവർത്തിക്കുന്ന ഒരു ഡോക്ടർ തന്നെ, പാലക്കാട്ടുള്ള ഡോക്ടർ എഴുതി വെച്ചില്ലേ, ചികിത്സയില്ല എന്ന്. അപ്പോൾ ആ ഒരു സാഹചര്യം, അത്രമാത്രം ഒരു വിദ്വേഷാത്മകത സമൂഹത്തിൽ അക്കാലത്ത് മുസ്ലിം സമൂഹത്തിനുള്ളിൽ ബോധപൂർവം ചെയ്തിരുന്നു. അപ്പോൾ അന്ന് ഈ പറയുന്ന അധ്യാപകന്റെ ഈ പോസ്റ്റ് വിദ്യാർത്ഥികളുടെ ഇടയിൽ, ഞാൻ മനസ്സിലാക്കുന്നത് 40ഓളം വിദ്യാർത്ഥികളുടെ രക്ഷകർത്താക്കൾ ഈ അധ്യാപകനെ ഇനി തുടരാൻ അനുവദിച്ചാൽ ഞങ്ങൾ കുട്ടികളെ പിൻവലിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു ഈ ഒരു കേസിൽ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ കുട്ടിയുടെ ഒരു പരാതി വരുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്, പുറത്തു വരുന്നത്. അപ്പോൾ ഞാനതിൻ്റെ ഡീറ്റെയിലേക്ക് മുഴുവൻ പോകുന്നില്ല. ഈ കേസ് ചാർജ് ചെയ്തു. ആദ്യം കേസ് കുട്ടിയുടെ 4ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിനിയാണ്. 4ാം ക്ലാസ്സിലെ ആ കുട്ടി മൊഴി കൊടുക്കുന്നു, അല്ലെങ്കിൽ പരാതിപ്പെടുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അധ്യാപകനെ ചോദ്യം ചെയ്യുന്നു. ലോക്കൽ പോലീസ്, അവിടുത്തെ ഒരു CI, ആദ്യം ഒരാഴ്ചക്കാലം അന്വേഷിച്ചത് ഒരു CI ശ്രീജിത്ത് എന്ന് പറഞ്ഞ ഒരാളാണ്. അതിനുശേഷം ഫൈസൽ എന്ന് പറഞ്ഞിട്ടൊരു ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അന്വേഷിച്ചു. പോക്സോ കേസ് ചാർജ് ചെയ്തു. പക്ഷേ ഈ കേസ് അന്വേഷണം തൃപ്തികരമല്ല എന്ന് പറഞ്ഞ് അവിടെ ഒരു സമിതി രൂപീകരിക്കപ്പെട്ടു. ഈ കുട്ടിയുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഒക്കെ നാട്ടിലെ ഒരു ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചിട്ട് വലിയ തോതിലുള്ള പ്രക്ഷോഭം ആരംഭിച്ചപ്പോൾ IG ശ്രീജിത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘത്തെ ഗവൺമെൻറ് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് ഉത്തരവിടുന്നു. ആ ക്രൈംബ്രാഞ്ച് സംഘത്തിൽ വനിതാ IPS ഉദ്യോഗസ്ഥന്മാരടക്കം ഉണ്ടായിരുന്നു. ഈ കുട്ടിയെ ചോദ്യം ചെയ്യുന്നു. ഈ കുട്ടിയുടെ മൊഴി പരസ്പര വിരുദ്ധമാവുന്നു. ഈ കുട്ടി ആദ്യം ഒരു ശുചിമുറിയിൽ വെച്ചിട്ടാണ് പീഡനം നടന്നതെന്ന് പറയുന്നു. ആ ശുചിമുറിയിലല്ല നടന്നത് എന്ന് പിന്നീട് മാറ്റി പറയുന്നു. ഡേറ്റുകൾ മാറ്റി പറയുന്നു. ഈ കുട്ടി എന്നെ ഒരു അമ്പലത്തിൽ കൊണ്ടുപോയി എന്ന് പറയുന്നു, ഒരു ഹോട്ടലിൽ കൊണ്ടുപോയി എന്ന് പറയുന്നു. ഈ പോയ സ്ഥലങ്ങളെ സംബന്ധിച്ച് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എവിഡൻസുകളും ഇല്ല. മൊബൈൽ ടവറിൻ്റെ ലൊക്കേഷൻ നോക്കുമ്പോൾ ആ സമയത്ത് ഈ പറയുന്ന അധ്യാപകൻ ഇവരുടെ കൂടെ ഇല്ല. അധ്യാപകൻ ഹോസ്പിറ്റലിൽ അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെയോ ബന്ധുവിൻ്റെ കൂടെ ആണ് എന്ന് വരുന്നു. ഇങ്ങനെയുള്ള ഒരുപാട് കോൺട്രഡിക്ഷൻസ് കുട്ടിയുടെ മൊഴിയിൽ വരുന്നു. ഈ കുട്ടിയെ കൗൺസിലിങ്ങിന് വിധേയമാക്കുന്നു. ഗവൺമെൻറ് തന്നെ, അതായത് ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഒഫീഷ്യൽ കൗൺസിലേഴ്സിനെ നിയോഗിച്ച് കൗൺസിൽ ചെയ്യുന്നു. അവർ കൊടുത്ത റിപ്പോർട്ട് പിന്നീട് ക്രൈംബ്രാഞ്ച് ഹൈക്കോടതിയിൽ റിപ്പോർട്ടായിട്ട് കൊടുത്തു. ഷീ ഈസ് എ ഹാബിച്വൽ ലയർ. ഇതാണ് ഈ ഹാബിച്വൽ ലയറാണ് എന്ന് പറഞ്ഞിട്ടാണ് റിപ്പോർട്ട് കൊടുത്തത്. പരസ്പര വിരുദ്ധമാണ് കുട്ടിയുടെ മൊഴി. കുട്ടിയുടെ പറയുന്നത് പലപ്പോഴും മാറ്റി മാറ്റി പറയുന്നു എന്നുള്ള ഒരു സാഹചര്യം ഉണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പത്മരാജന് ജാമ്യം കിട്ടുന്നത്. ഇത് വലിയ വിവാദമായിട്ട് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ വിഷയത്തെ സംബന്ധിച്ച് IG ശ്രീജിത്തുമായിട്ടുള്ള ഒരു ഫോൺ സംഭാഷണം പുറത്തു വരുന്നത്. ഒരു മുസ്ലിം ആയിട്ടുള്ള ഒരാൾ IG ശ്രീജിത്തിനെ ഫോൺ ചെയ്തിട്ട് ഈ വിഷയത്തിനെ കുറിച്ച് പറയുമ്പോൾ IG ശ്രീജിത്ത് ഇതിൻ്റെ ഡീറ്റെയിൽ മുഴുവൻ പറയുന്നു. ഇതിങ്ങനെയാണ്, നിങ്ങൾ ഈ പറയുന്ന പോലെയല്ല സംഭവിച്ചിരിക്കുന്നത്. അങ്ങനെ അപ്പോൾ IG ശ്രീജിത്ത് ഈ കേസിനെ സ്വാധീനിച്ചു എന്ന് പറഞ്ഞിട്ട് അമ്മ ഹൈക്കോടതിയിൽ പോയിട്ട് വേറൊരു അന്വേഷണ സംഘം ഉണ്ടായേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ആക്ഷൻ കമ്മിറ്റിയും അമ്മയും ഒക്കെ രക്ഷകർത്താക്കളും ഒക്കെ ശ്രമിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വിവാദ പുരുഷനായിട്ടുള്ള രത്നകുമാർ, അതായത് നവീൻ ബാബുവിൻ്റെ കേസ് അന്വേഷിച്ച രത്നകുമാറിനെ അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ട് വെക്കുന്നത്. നവീൻ ബാബുവിൻ്റെ കേസ് എങ്ങനെയാണ് എന്നുള്ളത് നമുക്കറിയാം. ശരിപ്പെടുത്തി ആ സ്ഥാനാർത്ഥിയുമായി CPMന്റെ സ്ഥാനാർത്ഥിയായി. അപ്പോൾ ഇത് ശൈലജ ടീച്ചറുടെ KK ശൈലജയുടെ കോൺസ്റ്റിറ്റ്യുവൻസിയിലാണ്. KK ശൈലജയും സതീദേവിയും ഇടപെട്ടിട്ടാണ് ഈ ഉദ്യോഗസ്ഥനെ അവിടെ നിയമിച്ചതെന്നാണ് പുറത്തു വരുന്ന വിവരം. അപ്പോൾ ഇസ്ലാമിക തീവ്രവാദ SDPI ആണ് കേസിന്റെ പുറകിലുള്ളത്. അവരുടെ താല്പര്യാർത്ഥം KK ശൈലജയുടെ നിർദ്ദേശാനുസരണം ആണ് ഈ കേസ് രത്നകുമാറിനെ ഏൽപ്പിച്ച് രത്നകുമാറാണ് ഈ കേസിനെ മുഴുവൻ അട്ടിമറിക്കുന്നത് എന്നാണ് മനസ്സിലാവുന്നത്. രത്നകുമാർ ഈ ശുചിമുറിയിൽ ഈ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ ശുചിമുറിക്ക് കൊളുത്തില്ല. പോലീസ് ചോദിക്കുന്നു, മോളെ കൊളുത്തില്ലാത്ത ഈ ഇതിനകത്ത് വെച്ചപ്പോൾ ആരെങ്കിലും കയറി വന്നാൽ അത് എങ്ങനെയാ അത് ശരിയാവുക? 400ഓളം കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ്. 10:30ക്കും 11:30ക്കും ഇടയ്ക്കാണ് സംഭവം. രാത്രിയോ മറ്റൊന്നുമല്ല, സ്കൂളിൽ വെച്ചിട്ടാണ്. 10:30ക്കും 11:30ക്കും ഇടയ്ക്കുള്ള ലിഷർ ടൈമിലാണ്.
അപ്പോൾ ഈ കുട്ടി ഉടനെ തന്നെ പറയുന്നത് ഈ മുറിയല്ല, എനിക്ക് തെറ്റിപ്പോയതാണ്, ഈ മുറിയാണെന്ന് പറയുന്നു, മാറ്റി പറയുന്നു. അപ്പം ഇതെല്ലാം ഉണ്ട്. ഈ സ്കൂളിലെ കുട്ടി ടീച്ചറുണ്ട്, ഒരു ലൈല ബീബി എന്നോ അതിലൊരു ടീച്ചറുണ്ട്. ആ ടീച്ചറുടെ മൊഴി കോടതിയിൽ വന്നു. ആ ടീച്ചർ പറഞ്ഞു, ഞാൻ ഒരു രക്ഷകർത്താവിൻ്റെ വീട്ടിൽ വന്നപ്പോൾ രക്ഷകർത്താവ് എന്നോട് പറഞ്ഞു, എന്തെങ്കിലും കാരണമുണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ആ അധ്യാപകനെ അവിടെ നിന്ന് പുറത്താക്കിക്കൂടെ എന്ന് ചോദിക്കുന്നതായിട്ട് ടീച്ചർ മജിസ്ട്രേറ്റ് കോടതിയിൽ, സെഷൻസ് കോടതിയിൽ സാക്ഷി മൊഴി കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ആ കേസുമായിട്ട് മൊത്തത്തിൽ ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് 11 മാസം കഴിഞ്ഞിട്ടാണ് ഈ രത്നകുമാർ ഈ കേസ് അന്വേഷണത്തിൽ ചാർജ് എടുക്കുന്നത്. അപ്പോൾ ക്രൈംബ്രാഞ്ചിന് കണ്ടെത്താൻ പറ്റാത്ത, ലോക്കൽ പോലീസിന് കണ്ടെത്താൻ പറ്റാത്ത ഒരു തെളിവുമായിട്ട് അദ്ദേഹം വന്നു. അതായത് കുട്ടിയുടെ രക്തക്കറ ഈ ടൈലിൽ നിന്ന് കിട്ടിയെന്നാണ് 11 മാസത്തിന് ശേഷം. അപ്പോൾ ഒരു വ്യാജ തെളിവുണ്ടാക്കി എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാകുന്നത്. ഒരു വ്യാജ തെളിവുണ്ടാക്കി. ആ വ്യാജ തെളിവിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ കേസ്. അതിൻ്റെ ഏറ്റവും വലിയ ഗുരുതരമായ കേസ്, അത് ജുഡീഷ്യറിയുടെ വിശ്വാസ്യത സംബന്ധിച്ചിടത്തോളം തന്നെ ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്നത്. അവസാന നിമിഷം വരെ ട്രയലിൽ കേസിൽ വാദം കേട്ട ജഡ്ജ് അല്ല ഈ വിധി നടത്തിയത് എന്നുള്ളതാണ്. അദ്ദേഹം ഒഴിഞ്ഞോ അവസ്ഥ? അദ്ദേഹത്തിനെ രായ്ക്ക് രാമായണൻ ട്രാൻസ്ഫർ ചെയ്തു. അദ്ദേഹം കണ്ണൂർ ഫാമിലി കോർട്ട് ജഡ്ജായിട്ട് പോയി. എന്നിട്ട് ഈ പിറ്റേന്ന് 2 ദിവസം കഴിഞ്ഞ് ചാർജ് എടുത്ത ജഡ്ജ്, കണ്ണൂരിൽ തന്നെയുള്ള ഒരു കോടതിയിൽ പ്രാക്ടീസ് ചെയ്ത ജഡ്ജാണ് ഇവിടെ വന്നത്. ഇവിടെ ചാർജ് എടുത്തിട്ട് ഒരൊറ്റ ഹിയറിംഗേ അവർ കേട്ടിട്ടുള്ളൂ. ഒരൊറ്റ ഹിയറിംഗ്, ഡിഫൻസിന്റെ ഒരൊറ്റ ഹിയറിംഗ് മാത്രമാണ് കേട്ടിട്ടുള്ളത്. ബാക്കി വിധിയാണ്. ഇത് ജുഡീഷ്യറിയെ, കാരണം നമ്മളിത് ചിന്തിക്കുമ്പോൾ 10 വർഷമാണ് ഇടുക്കിയിലെ ഒരു അധ്യാപകൻ ജയിലിൽ കിടന്നത്. 10 വർഷം ഇതേപോലെ ഒരു കേസ്, പീഡന കേസിൽ പെടുത്തിയിട്ടാണ്. 10 വർഷം. നമ്മൾ പിന്നീട് പുറത്തു വന്നത് എന്താ? ആ അധ്യാപകനെ കുടുക്കിൽപ്പെടുത്തിയതാണ് പൂർണ്ണമായിട്ടും. ഇല്ലേ? എത്ര കേസുകൾ സംസ്ഥാനത്ത് മുഴുവനുണ്ട്. കുറ്റക്കാരനാണെങ്കിൽ യാതൊരു സംശയമില്ല, ഒരു ദയം, ഒരു ഇത്തരം കേസുകളിൽ ആരും അർഹിക്കുന്നില്ല. പക്ഷേ ഇവിടെ ആസൂത്രിതമായി മത തീവ്രവാദികളുടെ അജണ്ടയ്ക്കനുസരിച്ച് ഒരു കേസന്വേഷണം നടത്തി അതിൻ്റെ പ്രാഥമികമായിട്ട് ശ്രീജിത്ത് മാത്രമല്ല, ശ്രീജിത്തിൻ്റെ IG ശ്രീജിത്ത് അന്വേഷിച്ചു. ക്രൈംബ്രാഞ്ച് IG ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ IPS ഉദ്യോഗസ്ഥകളായിട്ടുള്ള സ്ത്രീകളുണ്ടായിരുന്നു. അവർ ചോദ്യം ചെയ്തു. അവരൊക്കെ ഈ കേസ് അട്ടിമറിക്കാൻ കൂട്ടുനിന്നു എന്നാണ് വിചാരിക്കാൻ. അപ്പം ഇത്തരത്തിലുള്ള ഒരുപാട് വൈരുദ്ധ്യങ്ങൾ, കോൺട്രഡിക്ഷൻസ് ഈ കേസിൽ ഉൾപ്പെട്ടതുകൊണ്ടാണ് ഞാൻ ഈ വിഷയത്തിൽ ഈ കേസ് ഒരു യഥാർത്ഥ ജുഡീഷ്യറിക്ക് മുമ്പിലുള്ള ഒരു ചോദ്യചിഹ്നമാണെന്ന് പറയാൻ കാരണം. അതെ, ഇത് നമുക്ക് നീതിപൂർവ്വമുള്ള വിചാരണയും കേസന്വേഷണവും എല്ലാം നടന്നത് കൃത്യമായ ഒരു രാഷ്ട്രീയ അട്ടിമറി ഇതിനകത്ത് സംശയിക്കുന്നു. ഞാൻ വളരെ വ്യക്തമായിട്ട് സംശയിക്കുന്നു. അതുകൊണ്ട് ഈ കേസിൽ ഇപ്പോൾ എന്തു നോക്കൂ, തീർച്ചയായും ആ അധ്യാപകൻ ഏറെക്കാലം ജയിലിൽ കിടന്നാൽ മാത്രമേ ജാമ്യത്തിന് അപ്ലൈ ചെയ്യാൻ പറ്റൂ. ഏറെക്കാലം അയാൾ നിരപരാധിയാണെന്നാണ് ഹൈക്കോടതി, യാതൊരു സംശയമില്ല. മെറിറ്റ് അനുസരിച്ചിട്ട് ഈ കേസ് പോയാൽ അയാൾ വിടുമോ? കാരണം എന്ന് വെച്ചാൽ തെളിവുകൾ മുഴുവൻ കോൺട്രഡിക്ഷൻസ് ആണ് ഹാജരാക്കിയിരിക്കുന്നത്. ആ അധ്യാപകന് ആര് സമാധാനം പറയും? ആ അധ്യാപകന്റെ ജീവിതത്തിന്, അദ്ദേഹത്തിന്റെ ഫാമിലി, അദ്ദേഹത്തിന് നഷ്ടപ്പെട്ട അന്തസ്സ്, അഭിമാനം, ആര് സമാധാനം പറയും? അതിന്റെ രസകരം മറ്റൊരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധപ്പെടുത്തുകയാണ് സാറിന്റെ. ഈ അധ്യാപകനെ അറസ്റ്റ് ചെയ്യുന്നത് കണ്ണൂരിലുള്ള ഒരു വീട്ടിൽ നിന്നാണ്. ആ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്ത സമയത്ത് അയാളുടെ വീട്ടിലായിരുന്നു താമസിച്ചതെന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഈ പെൺകുട്ടി അടുത്ത പരാതി കൊടുത്തു. ബുള്ളറ്റ് നമ്പർ 5000 സഞ്ചരിക്കുന്ന ഒരാൾ എന്നെ ആ ബൈക്കിൽ കയറ്റി കൊണ്ടുപോയി പീഡിപ്പിച്ചു. ഇതെല്ലാം ഞാനീ പറയുന്നത് മുഴുവൻ ട്രയലിൽ വന്ന കാര്യങ്ങളാണ് പറയുന്നത്. അബ്ദുൾ റഹ്മാൻ എന്ന് പറയുന്ന DYSP ഈ കേസ് അന്വേഷിച്ചിട്ട് ഇത് മുഴുവൻ ഈ കുട്ടി പറയുന്നത് നുണയാണ്, ഇതൊന്നും കോറിലേറ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആ കേസ് തള്ളിക്കളഞ്ഞു. അദ്ദേഹം റിപ്പോർട്ട് കൊടുത്തു കോടതിക്ക്, ഇത് തെറ്റാണ്, ഈ കുട്ടി പറയുന്നത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട്. ബുള്ളറ്റ് നമ്പർ 5000, അതിൻ്റെ കാരണം വേറൊന്നുമല്ല, ഇതിന് ആ കുട്ടിയല്ല, ആ കുട്ടിയുടെ പുറകിൽ പ്രവർത്തിക്കുന്ന ഒരു വലിയ രാഷ്ട്രീയ ഗൂഢാലോചനയുടെ പിന്നിലുണ്ട് എന്നുള്ള വസ്തുതയാണ് ഈ കഥയിൽ നിന്ന് പുറത്തു വരുന്നത്. തെളിയട്ടെ, കാര്യങ്ങൾ വരട്ടെ, കുറ്റക്കാരനാണെങ്കിൽ ശിക്ഷ അനുഭവിക്കട്ടെ. ഒരു തരത്തിലുള്ള സഹായവും ഒരു സംഘടനയും അക്കാര്യത്തിൽ ചെയ്യാൻ പാടില്ല. പക്ഷേ നിരപരാധികൾ, ഒരു അപരാധി, എത്ര 1000 അപരാധികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്നുള്ള നമ്മുടെ ഭാരതത്തിന്റെ നീതിവാക്യം നീതിദേവതയ്ക്ക് മുമ്പിൽ പല്ലിളിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഈ കേസുമായിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതാണ് ഈ കേസിന്റെ ഒരു ആണല്ലേ. തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ കുറ്റകൃത്യം എന്ന് ഞാൻ വിചാരിക്കുന്നത് നേർക്ക് നേരെ രാഷ്ട്രീയമായി പരാജയപ്പെടുന്നിടത്ത് അല്ലെങ്കിൽ ജയിക്കാൻ പറ്റാത്തിടത്ത്
എതിരാളികളുടെ മേൽ ഇത്തരം കുറ്റങ്ങൾ കൊണ്ടുവരിക, ഒന്നുകിൽ പോക്സോ കേസ് അല്ലെങ്കിൽ ഈ പട്ടികജാതി പീഡന കേസ്, ജാതി. ഇപ്പോ ജാതി കഴിഞ്ഞ ദിവസം സംസ്കൃതം അറിയാത്തവന്, സംസ്കൃതം കേട്ടാൽ മനസ്സിലാവാത്തവന് സംസ്കൃതം ഒരു വാക്ക് പറയാൻ, ചട്ടമ്പി സ്വാമിക്ക് ചട്ടമ്പി എന്ന പേരെങ്ങനെ വന്നു എന്നുള്ള ചോദ്യമാണ് ചട്ടമ്പി സ്വാമിയെ സംബന്ധിച്ചുള്ള പ്രബന്ധാവതാരകനോട് ചോദിച്ചത്. അതെ, അതിന് ഉത്തരവുണ്ടായില്ല. ആ അധ്യാപിക ജാതി അധിക്ഷേപം നടത്തി എന്ന് പറഞ്ഞിട്ടാണ് അവരെ കേസിൽ കൊടുക്കുന്നത്. ഇതാണ് നമ്മുടെ രാഷ്ട്രീയ സംസ്കാരത്തിൽ വന്നുവിട്ട ഏറ്റവും വലിയൊരു ഹീനമായ പ്രവണത. അത് ഇതിനെ മാധ്യമങ്ങളും ഒരു പരിധിവരെ പങ്കാളികളാണ്. കാരണം ഇതൊക്കെ പോലീസുകാരും മാധ്യമമൊക്കെ ഇത്തരം കാര്യങ്ങൾ ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം അത്തരം വാർത്തകൾ കൊടുക്കാനും. കാരണം ഈ ആരോപിക്കപ്പെടുന്നവർക്കൊരു ഫാമിലി ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്, ശരിയാണ്, അവർക്കൊരു ജീവിതമുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കി കാര്യങ്ങൾ, ഒരു പരാതി ഒരു ആരോപണം ഉന്നയിക്കുമ്പോഴേക്കും സംഗതി സെൻസേഷണലൈസ് ചെയ്ത് അതൊരു വാർത്തയാക്കി അതിൻ്റെ റേറ്റിംഗ് കൂട്ടാനായിട്ട് അങ്ങനെ ചെയ്യുന്നത് ഒരു നീതിപൂർവമല്ല. ഈ വിരൽ നിങ്ങൾക്ക് നേരെയും നാളെ ചൂണ്ടാം എന്ന് എല്ലാവരും മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. ശരി സർ, നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.